വളരെ പ്രസക്തമായ രണ്ട് ടോപ്പിക്കുകൾ അടിസ്ഥാനപ്പെടുത്തി ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ഇവിടെ പ്രഭാഷണവും നടക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന കുട്ടികളുടെ മനസ്സും ശരീരവും ഒരുപോലെ ഈ ക്ലാസ്സിൽ ഉണ്ടാവണം. മനസ്സിനെക്കുറിച്ച് ദത്തൻ സാർ പറയുമ്പം നിങ്ങളുടെ മനസ്സ് ഇവിടെയില്ല, ശരീരം ഇവിടെ ഉണ്ട്. ഞാൻ കൂടിയിരിക്കുന്ന എല്ലാവരെയും കാണുന്നുണ്ട്. ഈ ടോപ്പിക്കിൻ്റെ അല്ലെങ്കിൽ സയൻസ് അവയർനെസ് ക്യാമ്പയിനിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികളെയും എനിക്ക് കാണാം. അവരുടെ ഭാവവേദങ്ങളെയും എനിക്ക് ഗണിച്ചെടുക്കാം. അപ്പം അതുകൊണ്ട് ഒരല്പസമയം, കുറേ സമയമൊന്നും കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണല്ലോ ക്ലാസ് പീരീഡ് 40 മിനിറ്റ് ആക്കിയത്. ഒരു വ്യക്തിയിൽ തന്നെ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ തന്നെ പരമാവധി കുട്ടിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന സമയത്തിൻ്റെ കൃത്യതയുണ്ട്. അതുകൊണ്ടാണ് 40 മിനിറ്റ് ആക്കിയത്. അതാണെങ്കിൽ ആധുനിക കാലത്ത് ഇൻസ്റ്റഗ്രാമിൻ്റെ സമയത്ത് അത്ര പോലും ശ്രദ്ധിക്കാൻ സാധിക്കാത്ത പുതിയ ജനറേഷനോട് നമ്മൾ സംസാരിക്കുന്നത് ഇൻസ്റ്റഗ്രാം ജനറേഷനാണ്. ആ ഇൻസ്റ്റഗ്രാം ജനറേഷനോട് ഞാൻ ഉൾപ്പെടുന്ന പുതുതലമുറയിലെ പൊതുപ്രവർത്തകർ കാണിക്കേണ്ട മര്യാദ, അധിക നേരം ശ്രദ്ധിക്കാൻ സാധിക്കാത്ത തലമുറയോട് അധിക നേരം സംസാരിക്കാതിരിക്കുക. അപ്പം ഞാൻ ആ ഒരു വാക്കിൽ ഉറച്ചു നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നുള്ളതാണ്. സയൻസ് സമകാലിക ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഏറ്റവും പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ടോപ്പിക്കായി മാറിയിരിക്കുക. എന്തുകൊണ്ട്? സമകാലിക ഇന്ത്യൻ പശ്ചാത്തലത്തിൽ സയന്റിഫിക് ടെമ്പർ എന്ന വാക്കിനെ കുറിച്ച് ദത്തൻ സാർ പരാമർശിച്ചു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 51 ക്ലോസ് എ ക്ലോസ് എച്ച് എന്താണെന്നറിയാം? ടു പ്രൊമോട്ട് സയന്റിഫിക് ടെമ്പർ, ടു പ്രൊമോട്ട് ക്രിട്ടിക്കൽ തിങ്കിങ്. ശാസ്ത്രബോധത്തെയും വിമർശനാത്മക ചിന്തയും പ്രോത്സാഹിപ്പിക്കണം. നിർഭാഗ്യവശാൽ ശാസ്ത്രബോധത്തെയും വിമർശനാത്മക ചിന്തയും പ്രോത്സാഹിപ്പിക്കാത്ത രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുക. ശാസ്ത്രത്തിനല്ലാതെ ഒരു പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തനമാണ്. ശാസ്ത്രം എത്ര പുറകോട്ട് പോകുന്നോ അത്ര രാജ്യം പുറകോട്ട് പോകും. അതുപോലെ കുട്ടികൾ ഉണ്ടാവേണ്ട ചിന്ത എന്താ? ക്യൂരിയോസിറ്റി എന്നൊരു വാക്ക് നിങ്ങൾക്കറിയാം. ക്യൂരിയോസിറ്റി എന്താ? ക്യൂരിയോസിറ്റി ഒരാൾ പറഞ്ഞല്ലേ, ഒരാൾ പറയാൻ ശ്രമിച്ചു. ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഐസക് ന്യൂട്ടൺ തിയറി കണ്ടുപിടിച്ചല്ലേ. ഐസക് ന്യൂട്ടന്റെ തിയറി, ഐസക് ന്യൂട്ടന് ക്യൂരിയോസിറ്റി ഇല്ലെങ്കിലോ ആ തിയറി ഉണ്ടാവില്ല. അതുപോലെ നിങ്ങളിൽ ഓരോരുത്തരും ക്യൂരിയോസിറ്റി ഉണ്ടാവണം. ടീച്ചർമാരോട് പറയുന്നത് ചോദ്യം ചോദിക്കുന്ന കുട്ടികളെ പുറത്താക്കലേ ചെയ്തത്. അപ്പോൾ എന്നോട് ചോദ്യം ചോദിച്ചല്ലേ, എന്നാ ഗെറ്റ് ഔട്ട് എന്ന് പറയുന്നത്. ജിജ്ഞാസയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കുന്ന ജനറേഷൻ ഈ രാജ്യത്ത് വളർന്നു വരേണ്ടത്. സയൻസിനെ കുറിച്ചും എല്ലാത്തിനും നമുക്ക് സംശയപ്പെടും. എന്തുകൊണ്ടത് ഇങ്ങനെയായി? ശാസ്ത്രബോധമുള്ള ഒരു തലമുറ ഉണ്ടാവണം. ഇന്റർനെറ്റ് എങ്ങനെ ഉണ്ടായത്? എങ്ങനെയാ ഗൂഗിൾ ഉണ്ടായത്? മനുഷ്യൻ കണ്ടുപിടിച്ചല്ലേ, മനുഷ്യന്റെ ഡെവലപ്പ് ചെയ്തല്ലേ. അപ്പൊ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ, നിങ്ങൾ ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ അറയിലാണ്. സോഷ്യൽ മീഡിയ ഇറ. ആ സോഷ്യൽ മീഡിയ, സമൂഹ മാധ്യമങ്ങൾ കണ്ടുപിടിച്ചത് എങ്ങനെ? ഇവിടെ ഞാനുൾപ്പെടെ സാബു സാർ ഉൾപ്പെടെ ഇരിക്കുന്ന ഈ ജനറേഷൻ, ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ജനറേഷൻ ഫേസ്ബുക്കിൻ്റെ ആളാണ്. പക്ഷെ എൻ്റെ തായിരിക്കുന്ന കുട്ടിയുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ആൾക്കാരാണ്. അത് നിങ്ങൾ അഡ്വാൻസ്ഡ് ആയി. ഇനി ഏതൊക്കെ ടെക്നോളജി ഓരോ കാലത്തും വരുന്നത് പറയാൻ പറ്റില്ല. AI-യുടെ കാലമാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലം. ആ ഇന്റലിജൻസിന്റെ കാലത്ത് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് അധ്യാപകൻ വേണ്ട, നിങ്ങൾക്ക് ഡോക്ടർമാർ വേണ്ട, നിങ്ങൾക്ക് എഡ്യൂക്കേറ്റ്സ് വേണ്ട. ആ കാലം നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്കൊരു സംശയം ഉണ്ടായാൽ, ഒരു ക്ലാസ്സിൽ ഇവിടെ ഇരുന്ന് നിൽക്കുന്ന കുട്ടി പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അസ്വസ്ഥതയാവുകയാണ്. ആ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ AI-യിലൂടെ നിങ്ങളുടെ ചാറ്റ് GPT അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എന്തുകൊണ്ടാണ് അസ്വസ്ഥത കാരണം? അതാണ് കാലം. അഭിഭാഷകന്മാർക്ക് അല്ലെങ്കിൽ ജുഡീഷ്യൽ ഓഫീസർമാർക്ക് കേസിന്റെ വിധി പറയാൻ വാദം കേൾക്കണ്ട. നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനകത്ത് ചാറ്റ് GPT അടിച്ചു കൊടുത്താൽ ഈ കേസിന്റെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായ ഉത്തരം വരും. എന്താ ഉത്തരം? നിങ്ങൾ എന്ത് ശിക്ഷ കൊടുക്കണം? ആ കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ആ കാലത്ത് നാം ജീവിക്കുന്നു എന്ന് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികളെല്ലാവരും ഇങ്ങനെ, നിങ്ങൾ ചൈനയിലൊക്കെ എത്തുമ്പോൾ നിങ്ങളുടെ ക്ലാസ് മുറിയിൽ അധ്യാപകന്മാർക്ക് ഹെഡ് ബാൻഡ് വരും കുട്ടികൾക്ക്. എന്താ ഹെഡ് ബാൻഡ് എന്നറിയാം? അറ്റൻറ്റീവ് ആണെന്ന് ശ്രദ്ധിക്കുക, തിരിയാൻ. അപ്പോൾ ക്ലാസ്സിൽ നിൽക്കുന്ന കുട്ടികളുടെ ഹെഡ് ബാൻഡ്, ഇപ്പോൾ നമ്മൾ സാധാരണ ഹെഡ് ബാൻഡ് ഇട്ടില്ല കുട്ടികൾ, അതുപോലെ റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും ഉണ്ടാവും.
The red light indicates that student is attentive and green light indicates student is non-attentive. അത്തരമൊരു ടെക്നോളജിയുടെ ഇറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ടെക്നോളജി മനുഷ്യന്റെ മുകളിൽ ഓരോ ദിവസവും ആധിപത്യം നേടിക്കൊണ്ടിരിക്കുന്ന കാലം, സയൻസ് ആൻഡ് ടെക്നോളജി പുരോഗതി പ്രാപിച്ച് മുന്നോട്ട് പോകുന്ന കാലം. അപ്പൊ ഈ ഒരു കാലത്ത് ശാസ്ത്രത്തെ റീപ്ലേസ് ചെയ്യാൻ മിത്തുകൾ കൊണ്ടും സ്യൂഡോ സയൻസുകൾ കൊണ്ടും സൂപ്പർസ്റ്റിഷൻസ് കൊണ്ടും നടക്കുന്ന കാലത്ത് സയൻസിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണെന്ന പക്ഷമാണ് ശാസ്ത്ര ഗവേഷണ കൗൺസിലിനെ ഇത്തരമൊരു ക്യാമ്പയിനുമായി ഇറങ്ങാൻ പ്രേരിപ്പിച്ചത്. കുട്ടികൾ വളരെ ശ്രദ്ധാപൂർവം ഇത് കേൾക്കാനും ഇതിനകത്ത് അവതരിപ്പിക്കുന്ന ക്ലാസ്സുകളെ കുറിച്ച് വളരെ അറ്റൻറ്റീവായി കേൾക്കാനും മനസ്സിലാക്കാനും അതിലൂടെ ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്ന തലമുറക്ക് മാത്രമേ നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ വീണ്ടും അണ്ടർലൈൻ ചെയ്യുന്നു ക്യൂരിയോസിറ്റി. ആ ക്യൂരിയോസിറ്റി എന്ന വാക്കിൽ വീണ്ടും അണ്ടർലൈൻ ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ കൃത്യമായി ക്ലാസ്സിൽ നിങ്ങളുടെ അധ്യാപകർ ചോദ്യങ്ങൾ ചോദിക്കണം. ക്ലാസ്സിൽ നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പം അധ്യാപകർ റിപ്പയറായി വരും. മറിച്ച് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലെങ്കിൽ മോണോട്ടണസായി അതെന്താ അതൊക്കെ പഠിപ്പിച്ചങ്ങ് പോകും. അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കുന്ന തലമുറയാണ് ആധുനിക ഇന്ത്യക്ക് ആവശ്യം. ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന തലമുറക്ക് മാത്രമേ ഈ നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഐസക് ന്യൂട്ടൻ എപ്രകാരമാണ് തിയറി കണ്ടുപിടിച്ചത്, റിലേറ്റീവ് തിയറി കണ്ടുപിടിച്ചത്, അതിന് സമാനമായി ഓരോ കാലഘട്ടത്തിലും ചോദ്യം ചോദിക്കാൻ നമ്മൾ തയ്യാറാണ്. ചോദ്യം ചോദിക്കും, ഹറാസ് ചെയ്യപ്പെടും, വിക്ടിമൈസ് ചെയ്യും, പക്ഷേ നിങ്ങളുടെ ചോദ്യം അവർ അവശേഷിക്കും. അതുകൊണ്ട് ക്യൂരിയോസിറ്റി എന്ന വാക്കിൽ വീണ്ടും അടിവരയിട്ടുകൊണ്ട് ശാസ്ത്ര ഗവേഷണ കൗൺസിൽ നടത്തുന്ന ഈ സയൻസ് സെമിനാർ, സയൻസ് അവയർനെസ് ക്യാമ്പയിൻ, ഇവിടെ 2 വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വരുന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. അത് പ്രത്യേകിച്ച് ജനറേഷൻ പൂർണ്ണമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനർത്ഥം മറ്റത് പ്രാധാന്യമില്ല എന്നുള്ളതല്ല. 2 വിഷയങ്ങൾ വളരെ പ്രസക്തമായ വിഷയമാണ് ഇതിൻ്റെ സംഘാടകർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. നിങ്ങളെല്ലാം അനുവാദത്തോടുകൂടി ഈ ശാസ്ത്ര ഗവേഷണ കൗൺസിലിൻ്റെ ഈ സയൻസ് അവയർനെസ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.